കൃഷ്ണ. കൃഷ്ണാവബോധം ഒരു വഴികാട്ടി. അവതാരിക. മനുഷ്യജന്മം ചപലമായും തന്നിഷ്ടപ്രകാരവും ജീവിക്കുവാനുള്ളതല്ല, മറിച്ച് ഈശ്വരനെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളതാണ്. കൃഷ്ണനാണ് ഈശ്വരൻ. ഭക്തിയുത സേവനം വഴി അദ്ദേഹത്തെ മനസ്സിലാക്കുവാനാകും. കലഹവും കാപട്യവും നിറഞ്ഞ ഈ കലിയുഗത്തിൽ ഏറ്റവും ആധികാരികമായ ഭക്തിമാർഗം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനാൽ ആവിഷ്കരിക്കപ്പെട്ടു. സ്വയം കൃഷ്ണൻ തന്നെയായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു ഭക്തന്റെ രൂപത്തിൽ അവതരിച്ചു. കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും എളുപ്പവഴിയായ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു പ്രവർത്തിച്ചതുപോലെ ഈ നാമജപം ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ മഹാമന്ത്ര ജപത്തെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ചൈതന്യ മഹാപ്രഭുവിനാൽ അനുഗ്രഹീതനായ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ശ്രീല പ്രഭുപാദർ 1966 ന്യൂയോർക്കിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിച്ചു. 1977 ശ്രീല പ്രഭുപാദർ ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിലും അദ്ദേഹം തുടങ്ങിവച്ച പ്രസ്ഥാനം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ താൽപര്യമുള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ ഇസ്കോൺ ഭക്തന്മാരുമായുള്ള സത്സംഗം വഴിയും ധാരാളം പേർ സ്വജീവിതത്തിൽ കൃഷ്ണാവബോധം പ്രാവർത്തികമാക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ട്. കൃഷ്ണാവബോധ പരിശീലനം ലളിതമാണ്, എന്നാൽ ഇതിനായി വേണ്ടത്ര മാർഗനിർദ്ദേശം ആവശ്യമാണ്. ഇസ്കോൺ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ അകലെ താമസിക്കുന്നവർക്കും മറ്റു മാർഗനിർദ്ദേശങ്ങളിലൂടെ അപര്യാപ്തതയാൽ വേണ്ട വിധം കൃഷ്ണാവബോധം പരിശീലിക്കുവാൻ കഴിയാതെ വരുന്നു. ഈ പുസ്തകം പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്. തിരുനാമജപം, ഗൃഹത്തിലെ ആരാധന, തിലകധാരണം, ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന വിധം എന്നിവയെ കുറിച്ചുള്ള ഒരു പ്രായോഗിക വഴികാട്ടിയാണിത്. ഇതിലെ പരാമർശങ്ങൾ എല്ലാ ഭക്തന്മാർക്കും വേണ്ടിയുള്ളതാണ്, എന്നാൽ ചിലത് ഗൃഹസ്ഥർക്ക് ഉദ്ദേശിച്ചുള്ളതാണ്. കൃഷ്ണാവബോധം പരിശീലിച്ചു തുടങ്ങിയവരെ അതീന്ദ്രിയ വേദിയിലേക്ക് ഉയർത്തുന്നതിന് വ്യക്തിപരമായ മേൽനോട്ടം ആവശ്യമാണ്. ശ്രീല പ്രഭുപാദർ ഇപ്രകാരം എഴുതുന്നു: വിശ്വാസ്യനായ ഒരു ആത്മീയ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കാതെ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നത് പോലും ദുഷ്കരമാണ്. അഥവാ ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം 54-ാം ശ്ലോകം ഭാവാർത്ഥം. പ്രായോഗികമായി നോക്കുമ്പോൾ തിലകധാരണം, സങ്കീർത്തനം തുടങ്ങിയ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളവയെല്ലാം അനുഭവസമ്പന്നമായ ഭക്തന്മാരുടെ മാർഗനിർദ്ദേശത്തിനനുസൃതമായിരിക്കേണ്ടതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ആരംഭിച്ച ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗ്രന്ഥത്തിലെ നിർദ്ദേശങ്ങൾ. ഇവയെല്ലാം തന്നെ ഹരിഭക്തി വിലാസം, ഭക്തിരസാമൃത സിന്ധു, ഉപദേശാമൃതം എന്നീ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ളവയാണ്. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥം ദിവ്യപൂജ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ
ശിക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശ്രീല പ്രഭുപാദർ പൂർവാചാര്യന്മാരിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ ആധുനിക മനുഷ്യ സമൂഹത്തിന് തികച്ചും പ്രായോഗികമായ വിധത്തിൽ കൃഷ്ണാവബോധം നടപ്പിൽ വരുത്തി. അടിസ്ഥാനപരമായ വൈഷ്ണവ ആചാരങ്ങളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾക്കു പുറമെ കൃഷ്ണാവബോധത്തിലേക്ക് വരുന്ന നവാഗതർക്ക് ഉപയോഗപ്രദമായ ചില വിവരങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷ്ണാവബോധത്തെ കുറിച്ചുള്ള തത്വജ്ഞാനപരമായ വസ്തുക്കൾ വിശദമായി ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവ ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ തത്വങ്ങളിൽ വേണ്ടത്ര വിശ്വാസമുള്ളവർക്ക് അവ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വഴികാട്ടിയാണ് ഈ ഗ്രന്ഥം. അഥവാ ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പരിശീലനങ്ങൾ പ്രായോഗികമാക്കുന്നതിനായി അനുവാചകങ്ങൾ ഒരു ദിനചര്യ എന്നോണം ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കേണ്ടതാണ്. ലളിതമായ ഈ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലൂടെ ജാതി ലിംഗ പ്രായഭേദങ്ങളില്ലാതെ ഏതൊരാൾക്കും തങ്ങളിലൂടെ നിലനിൽപ്പിനെ പരിപൂർണമാക്കി ഭാരതമായ സംസാര ചക്രത്തിൽ നിന്നും മോചനം നേടി ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം ലോകമാകമാനമുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ അദ്ഭുതാവഹമായ ഈ അവസരം നൽകുന്നു. ചൈതന്യ മഹാപ്രഭു അരുളി ചെയ്യുന്നു, അല്ലയോ ആത്മാക്കളെ, നിദ്ര വിട്ടു എഴുന്നേൽക്കുവിൻ. മായയായ പിശാചിന്റെ മടിത്തട്ടിൽ നിങ്ങൾ എത്ര കാലം നിദ്രാലുക്കളായി കഴിയും? ഭൗതിക അസ്തിത്വമാകുന്ന നിങ്ങളുടെ രോഗത്തിനു ഔഷധം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഭഗവാൻ ഹരിയുടെ തിരുനാമ ജപമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.